കൊല്ലം നിലമേലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് 2 മരണം. തിരുവനന്തപുരം പൂജപ്പുര സ്വദേശികളായ ബിറ്റു ചന്ദ്രൻ, സതീഷ് എന്നിവരാണ് മരിച്ചത്. KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് ആയിരുന്നു അപകടം. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു. ലിജോ, എങ്ങനെയാണ് അപകടമുണ്ടായത്? മറ്റാർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? വൈകുന്നേരം 6 സമയത്ത് വാഴോട് വെച്ചായിരുന്നു അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന കാറും KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഈ അപകടത്തിലാണ് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവരോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന 7 വയസ്സ് കുട്ടിയുടെ നില അതീവ ഗുരുതരമായി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഞാറമൂടുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ കുട്ടി ചികിത്സയിലുള്ളത്. ഈ കാറിൽ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം പൂജപ്പുര പിന്നക്കാമുകൾ സ്വദേശികളാണ് എന്നുള്ളതാണ് ചടയമംഗലം പോലീസ് നൽകുന്ന വിവരം. അതായത് ബിച്ചു ചന്ദ്രൻ, സതീഷ് എന്നിവരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. മൂവരെയും, അതായത് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് കാറിന്റെ മുൻവശമാകെ തകർന്നു. ഈ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തിയാണ് അതിൽ നിന്നും ഒരാളെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത്. 3 പേരെയും ആശുപത്രിയിൽ എത്തിയെങ്കിലും 2 പേർക്ക് അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ പോവുകയായിരുന്നു ഈ തീർത്ഥാടകർ സഞ്ചരിച്ച കാറ്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും കൊട്ടാരക്കരയ്ക്ക് പോയ KSRTC ബസ് തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഏറെ നേരം അവിടെ ഗതാഗത തടസ്സം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് സംഘവും ചടയമംഗലം പോലീസും നാട്ടുകാരും ചേർന്നാണ് ആ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ചടയമംഗലം പോലീസ് ഇപ്പോൾ തുടർ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അനീഷ. ശരി, ലിജോ ആണ് വിവരങ്ങൾ നൽകിയത്.